പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇന്നത്തെ ദിവസം ഇന്ത്യൻ ഇൻഡിസസുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നിഫ്റ്റിയും സെൻസെക്സും 1.11% ഇടിഞ്ഞു. നിഫ്റ്റി ബാങ്ക് 1.63%, നിഫ്റ്റി മിഡ് ക്യാപ്പ് 1.57%, നിഫ്റ്റി സ്മാൾ ക്യാപ്പ് 1.73% ഇടിഞ്ഞു. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റ് 0.4% ഉയർന്നപ്പോൾ നിഫ്റ്റി മീഡിയ 2.23% ഇടിഞ്ഞു. നിഫ്റ്റി PSU ബാങ്ക് 1.98%, നിഫ്റ്റി ഫിൻ സർവീസ് 1.75% ഇടിഞ്ഞു. വിപ്രോ, ICICI ബാങ്ക്, ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഇന്ന് ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. ആദ്യം തന്നെ മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് പശ്ചിമേഷ്യയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സംഘർഷാവസ്ഥ. ഏപ്രിൽ 1 ഡമാസ്കസിലുള്ള ഇറാൻ്റെ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിച്ചു എന്നാരോപിച്ച് ഇറാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് മുകളിൽ ഡ്രോണും മിസൈലും ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം നടത്തി. ഇത് പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളിലും ഇന്ത്യൻ മാർക്കറ്റിലും ഉടലെടുത്ത അസ്ഥിരത മുതലെടുത്ത് പല ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നു. കൂടാതെ US ഫെഡ് നടത്താനിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വൈകിപ്പിക്കാനും ഇത് കാരണമായേക്കാം. രണ്ടാമത്തേത് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ വീക്ക് പെർഫോമൻസ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് വീക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചു. സിംഗപ്പൂർ ഇൻഡെക്സ് 0.8% ഇടിയുകയും നിക്കി 225 0.7% ഇടിയുകയും ചെയ്തു. ഇവിടെ ഇക്വിറ്റി മാർക്കറ്റ് മോശം പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ US ട്രഷറി ഈൽഡ് ഉയരുന്നു. 10 വർഷത്തെ US ട്രഷറി ഈൽഡ് 2023 നവംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ലെവലായ 4.5% എത്തുകയും ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും അൺസർട്ടനിറ്റി നിലനിൽക്കുകയും ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഹെവി സെല്ലിങ്ങിലൂടെ കടന്നു പോവുകയും ചെയ്തപ്പോൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് സെൻഗോ ഗോൾഡ് ലിമിറ്റഡ്. സെൻഗോ ഗോൾഡ് ഇന്ന് 18% ഉയർന്ന് 942 ക്ലോസിംഗ് നൽകി. 8,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഗോൾഡ് സെക്ടറിലെ റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ ഒരു കമ്പനിയാണ് സെൻഗോ ഗോൾഡ്. സെൻഗോ ഗോൾഡിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. 2024 ഫിനാൻഷ്യൽ ഇയറിൽ 2023 ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സെൻഗോ ഗോൾഡിൻ്റെ റവന്യൂ 28% വർദ്ധിച്ചിട്ടുണ്ട്. 2024 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 4 കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 39% വർദ്ധിച്ചു. ഗോൾഡിൻ്റെ വില ഓരോ ദിവസം കഴിയുന്തോറും ഉയരുകയാണെങ്കിലും ഗോൾഡിൻ്റെ സെയിൽസ് വോളിയത്തിൽ 13% വളർച്ചയും ഡയമണ്ട് സെയിൽസ് വോളിയത്തിൽ 19% വളർച്ചയും കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് 29% നിന്ന് 32% ഉയർത്തുകയും ചെയ്തു. സെൻഗോ ഗോൾഡ് എന്ന കമ്പനി മാർച്ച് ക്വാർട്ടറിൽ 4 പുതിയ ഷോറൂമുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ ഷോറൂമുകളുടെ എണ്ണം 23 എത്തിച്ചു. ഷോറൂമുകൾ ഓപ്പൺ ചെയ്യുന്നതിൽ 17% വളർച്ച കൈവരിക്കുകയും ചെയ്തു. മെയ് 10 വരുന്ന അക്ഷയ തൃതീയയും അതിനുശേഷം വരുന്ന അപ്കമിംഗ് വെഡ്ഡിംഗ് സെഷനും എൻ്റയർ ഗോൾഡ് ജ്വല്ലറി സെഗ്മെൻറ്റിൽ തന്നെ ഒരു ടെയിൽ വിൻഡായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്ക് ഗോൾഡ് ബൈയിങ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഗോൾഡിൻ്റെ ഡിമാൻഡ് ഉയർത്തുകയും ഗോൾഡിൻ്റെ വില വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി മാറുകയും ചെയ്തു. സെൻഗോ ഗോൾഡ് എന്ന സ്റ്റോക്ക് 2024 വർഷത്തിൽ മാത്രം 34% റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 133% റിട്ടേൺ നൽകി. ഇനി സെൻഗോ ഗോൾഡിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 871 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്കിൽ ഇന്ന് ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചു. സ്റ്റോക്ക് 942 ട്രേഡ് ചെയ്യുന്നു. 875 900 എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഫർദർ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 400 രൂപയ്ക്കടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇപ്പോൾ 942 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. 875 എന്ന ലെവലിൽ സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് വരികയും ചെയ്തു. രണ്ടാമത്തേത് സിമൻറ്റ് സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. ഇവിടെ അദാനി ഗ്രൂപ്പ് സിമൻറ്റ് സെക്ടറിൽ അവരുടെ ഷെയർ ഹോൾഡിംഗ് 2028 20% ഉയർത്താൻ തീരുമാനിച്ചു എന്നതാണ് പ്രധാന ഒരു അപ്ഡേറ്റ്. ഇതിനുവേണ്ടി അദാനി സിമൻറ്റ് കമ്പനി അതിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഷൻ അഗ്രസീവായി നടത്താൻ പോവുകയാണ്. കപ്പാസിറ്റി എക്സ്പാൻഷൻ 2028 16% വർദ്ധിച്ച് 140 മില്യൺ ടണ്ണായി ഉയർത്തുക എന്നുള്ള ടാർഗറ്റാണ് അദാനി സിമൻറ്റിനുള്ളത്. അദാനി സിമൻറ്റിൽ അംബുജ സിമൻറ്റ്, ACC സിമൻറ്റ് തുടങ്ങിയ 2 കമ്പനികളാണുള്ളത്.
2023 ഫിനാൻഷ്യൽ ഇയറിൽ സിമൻറ്റ് അല്ലെങ്കിൽ സിമൻറ്റ് സെക്ടർ 23 മുതൽ 24% വളർച്ച കൈവരിച്ചിരുന്നു. ഇത് 2028 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ 25 മുതൽ 29% വളർച്ച കൈവരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് പിന്നിലെ പ്രധാന കാരണം ഗവൺമെൻറ് ചില എക്കണോമിക് കോറിഡോറുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഡിമാൻഡ് വർദ്ധിക്കുന്നതനുസരിച്ച് സിമൻറ്റിൻ്റെ ഡിമാൻഡും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ലോങ് ടൈം കേപ്പബിലിറ്റീസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി അതിൻ്റെ ഇൻപുട്ട് മെറ്റീരിയൽസിൻ്റെ ലഭ്യതയും ഉറപ്പാക്കുന്നു. 2028 50% ഫ്ലൈ ആഷ് റിസർവ് വർദ്ധിപ്പിക്കാനാണ് കമ്പനി ശ്രദ്ധിച്ചിരിക്കുന്നത്. കൂടാതെ 2028 8,000 മില്യൺ ടണ്ണിൻ്റെ ലൈംസ്റ്റോൺ റിസർവും കമ്പനി ഉറപ്പാക്കുന്നു. ഈ ഇൻപുട്ട് മെറ്റീരിയൽസിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് കമ്പനിക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ, അതായത് അദാനി ഗ്രൂപ്പിലെ ACC സിമൻറ്റ്, അംബുജ സിമൻറ്റ് തുടങ്ങിയ കമ്പനികൾക്ക് അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും. 43,000 കോടി രൂപയുടെ മാർക്കറ്റ് ഷെയർ ഉള്ള അദാനി സിമൻറ്റ് ഗ്രൂപ്പ് ഒരു ഡെപ്റ്റ് ഫ്രീ സിമൻറ്റ് ഗ്രൂപ്പ് കൂടിയാണ്. 8,591 കോടി രൂപയുടെ ക്യാഷ് ഇക്വലൻറ്റ് കമ്പനിക്കുണ്ടെന്ന് താനും. റീസെൻ്റ്ലി അദാനി സിമൻറ്റ് എന്ന സിമൻറ്റ് ഗ്രൂപ്പ് സാങ്കി ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുകയും ഇനോർഗാനിക് ഗ്രോത്തിനുള്ള വഴിതെളിക്കുകയും ചെയ്തിട്ടുണ്ട്. ACC സിമൻറ്റ്, അംബുജ സിമൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളെ വരുന്ന ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. അംബുജ സിമൻറ്റ് 640 രൂപ വരെ ഉയർന്നതിന് ശേഷം സ്റ്റോക്ക് 600 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ 585 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. 600 എന്ന ലെവൽ വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നും സ്റ്റോക്ക് 700, 750 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. 550 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും. ACC സംബന്ധിച്ചിടത്തോളം 2750 സ്ട്രോങ് റെസിസ്റ്റൻസും 2250, 2300 തുടങ്ങിയ ലെവലുകൾ സ്ട്രോങ് സപ്പോർട്ടുമാണുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.